പുതിയ പദവി ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ കടുത്ത നിലപാട് വ്യക്തമാക്കി ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി മുഹമ്മദ് ബാഗർ സോൾഗാദർ. യുഎസിനും ഇസ്രായേലിനുമെതിരായ യുദ്ധത്തിൽ ഇറാൻ ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് സോൾഗാദറിന്റെ പ്രഖ്യാപനം. അതേസമയം യുദ്ധം ആരംഭിച്ച സമയത്തേക്കാൾ രാജ്യം ഇന്ന് സൈനികമായും തന്ത്രപരമായും കൂടുതൽ ശക്തമാണെന്ന് IRGC കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഹസൻ ഹസൻസാദയും അവകാശപ്പെട്ടു. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ തസ്നീം, ഫാർസ് എന്നിവയാണ് ഭരണകൂടത്തിന്റെ പുതിയ യുദ്ധതന്ത്രങ്ങളും നിലപാടുകളും പുറത്തുവിട്ടത്. ഇറാൻ ഭരണകൂടത്തിന്റെ ആഭ്യന്തര വിദേശ നയ രൂപീകരണത്തിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് മുഹമ്മദ് ബാഗർ സോൾഗാദർ. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുൻ SNC മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ മാർച്ചിൽ സോൾഗാദർ ഈ പദവിയിലേക്ക് നിയമിതനായത്. IRGCയുടെ മുൻ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്ന ഇദ്ദേഹത്തിന്റെ വരവ് ഇറാന്റെ സുരക്ഷാ തീരുമാനങ്ങളിൽ റവല്യൂഷണറി ഗാർഡിനുള്ള വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിന്റെ തെളിവായിട്ടാണ് രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തുന്നത്. തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ശത്രു രാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പാണ് സോൾഗാദർ നൽകിയത്. രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ജനങ്ങൾക്കിടയിൽ ഐക്യവും ഒരുമയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. സാമൂഹിക ഐക്യം എന്നത് യുദ്ധക്കളത്തിലെ മറ്റൊരു പ്രധാന ആയുധമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ ഭിന്നതയുണ്ടാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഈ കൂട്ടായ പരിശ്രമം ഇറാനെ അന്തിമ വിജയത്തിലേക്ക് നയിക്കുമെന്നും സോൾഗാദർ പ്രത്യാശ പ്രകടിപ്പിച്ചു. സോൾഗാദറിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ സുരക്ഷാ ചുമതലയുള്ള ഗ്രേറ്റർ ടെഹ്റാൻ IRGC കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഹസൻ ഹസൻസാദയും ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന യുഎസിനും ഇസ്രായേലിനും ഇപ്പോൾ ഇറാന്റെ യഥാർത്ഥ ശേഷി ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പരിഹസിച്ചത്.